ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് ബീഫ് നിർവാണയാണ്. അപ്പം നമ്മളെല്ലാവരും ഫിഷ് നിർവാണയൊക്കെ എല്ലാവരും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ബീഫ് നിർവാണ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? നല്ല അസാധ്യ രുചിയിൽ അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ ഒരു ബീഫ് നിർവാണ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീഫ് നീർവാണ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫിഷ് നീർവാണ കണ്ടു. അപ്പോൾ നമുക്ക് ഈ ബീഫ് കൊണ്ട് ഒരു നീർവാണ ഉണ്ടാക്കാം. അപ്പോൾ ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളായിട്ട് നമ്മൾ ബീഫൊന്ന് എടുത്ത് ഞുറുക്കി വെച്ച് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ശകലം മുളക് പൊടി, ഇച്ചിര മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഇച്ചിര ഗരം മസാല, ഇച്ചിര കുരുമുളക് പൊടി, ഇത്രയും സംഭവം എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ശകലം മതി കേട്ടോ, ഒരു ഇച്ചിരിച്ച എല്ലാം മതി. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കളർ കൂടിപ്പോകും. പിന്നെ അതിനകത്തേക്ക് നമുക്കൊരു 1/4 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് ഒരു 1/4 സ്പൂണ് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്കറിനകത്തേക്ക് ഒന്നിട്ട് വേവിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നമ്മുടെ ബീഫായതുകൊണ്ട്. അപ്പോൾ ഇത്രയും എടുത്ത് നമുക്കിതിനകത്തിട്ട് നമുക്ക് ഈ കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ നല്ലപോലെ ഞാനൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് എന്നിട്ട് വേണം നമ്മുടെ നീർവാണ. അപ്പോൾ നമ്മുടെ ബീഫ് നീർവാണയ്ക്കുള്ള ബീഫ് ഇതേ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്നൊന്ന് വറുത്ത് നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കും നമ്മൾ കുക്കറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി നമുക്കിതൊന്ന് എടുക്കണം. നല്ലപോലെ നമ്മൾ ഉപ്പും മുളകും എല്ലാം ഇട്ട് അണിച്ചിട്ട് വലിയ കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി വലിപ്പമുള്ള കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതേ ഉള്ളൂ. നമുക്കിത്രയേ ഉള്ളൂ. നമുക്കിനി ഇതൊരു ചെറിയ ഫ്രൈ ആക്കി ഒന്ന് എടുക്കാവേ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ബീഫ് നിർവാണയ്ക്കുള്ള ബീഫ് ഇതേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് വേവിച്ചത് കൊണ്ട് ഇനി ഫ്രൈ ആക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി വെച്ചോ, ടേസ്റ്റ് ഉണ്ടാവുന്നോർത്ത് മാത്രമാണ്. ഇനി നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ നീർവാണയ്ക്ക് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മീനൊക്കെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടല്ലേ പച്ചയ്ക്ക് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളൊരു കുഞ്ഞ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ നമുക്ക് ഇഞ്ചി നമുക്ക് ഈ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മളെടുക്കണം. ആ എണ്ണയ്ക്കകത്ത് ആ പാത്രത്തിൽ തന്നെ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് 2 പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറി നല്ലപോലെ ഒരു ഗോൾഡൻ കളറാക്കി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഓർക്ക് ഈ ഇറച്ചിക്കകത്ത് ഈ മസാല ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മസാല എല്ലാം കൂടെ ആയില്ലെങ്കിൽ കഴിക്കാൻ കൊള്ളുന്നു. പക്ഷേ വെറുതെ കേട്ടോ, നമ്മൾ ഈ ഇറച്ചിക്കകത്ത് ഒത്തിരി മസാല ഇട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെയാണ് മസാല കുറച്ചിട്ടുകൊണ്ട് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലായി ഇറച്ചിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് ഇച്ചിരി എരിവിനുള്ള മാത്രം കുരുമുളക് പൊടി ശകലം ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒത്തിരി ഇട്ടാലും കുരുമുളകിൻ്റെ ഒരു കുത്തലെല്ലാം കൂടെ വരും. അത് വേണ്ട. ഇത് പിന്നെ വാങ്ങി വെച്ചിട്ട് നമ്മുടെ നീർവാണ സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണയ്ക്ക് വേണ്ടുന്ന
ഒരു ചട്ടി നമ്മൾ വെച്ചു. അതിനകത്തേക്ക് നമ്മൾ നല്ലൊരു വാഴയില എടുത്ത് വെച്ചു. അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് നമ്മളിതേ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു. നമ്മളിത് ഇച്ചിരി ഉള്ളൂ, അതുകൊണ്ടാവട്ടെ കുഞ്ഞു വാഴയിലയും കുഞ്ഞു ഇത് നിരത്തി വെച്ചു. ഇനിയിപ്പോൾ ഇതേ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകളെല്ലാം കൂടെ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി 2 കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല കട്ടിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ നല്ല കട്ടിക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ പാലിത് നമ്മളിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് തീ കത്തിച്ച് നമ്മുടെ ഈ തേങ്ങാപ്പാലും ഈ ബീഫും എല്ലാം കൂടി ഈ വാഴയിലേക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. എല്ലാം കൂടെ വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ മാത്രം നമുക്കൊരിച്ചിരി ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും ഇട്ട് കൊടുത്ത് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ, ഒരു ശകല എരിവിനുള്ള ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇനിയിപ്പോൾ ഒന്ന് മൂടി വെച്ച് അതൊന്ന് ആ തേങ്ങാപ്പാലിനകത്തിരുന്നൊന്ന് വെന്തൊന്ന് കുറുകട്ടെ. വെന്താണ് നല്ലപോലെ കുറുകുന്നോടം വരെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബീഫ് നീർവാണം നല്ല വാഴയിലേക്കകത്ത് കിടന്ന് ഇത് തെളിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് സ്റ്റൗ ഓഫാക്കി നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ബീഫ് നീർവാണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് ഇതിങ്ങനെ നമ്മുടെ ബീഫ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ബീഫ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ കറിയൊക്കെ അല്ലാതെ വെക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുമാണ്, സൂപ്പറാണ്. അപ്പത്തിനോ കപ്പയ്ക്കും എല്ലാത്തിനും കൂട്ടാനും നല്ല ഇതാണ്, ചോറിനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.